വൻ ബഹളത്തിനിടെ രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. വെള്ളിയാഴ്ച നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായി രാജ്യസഭയിൽ ഇന്നും വലിയ പ്രതിഷേധവും ബഹളവും ഉണ്ടാകുകയായിരുന്നു. സഭാ നടപടികൾ പ്രതിപക്ഷം നിരന്തരം തടസ്സപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ പറഞ്ഞു. പാർലമെന്റിൽ പട്ടാളവും പോലീസും കയറിയെന്ന് പ്രതിപക്ഷം പറഞ്ഞു പരത്തുന്നു എന്ന് ഭരണപക്ഷ നേതാക്കളും ആരോപിച്ചു. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, പ്രതിഷേധമായിരുന്നു, ബഹളമായിരുന്നു, പരസ്പര ആരോപണമായിരുന്നു. രാജ്യസഭയിൽ ഇന്ന് സംഭവിച്ചത് എന്തെല്ലാമാണ്? രതീഷ്, വൻ ബഹളം തന്നെയായിരുന്നു ഉണ്ടായത്. ഈ വൻ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ചയുണ്ടായ സംഘർഷം ഉന്തും തള്ളും അതിനെ ചൊല്ലിയായിരുന്നു ഭരണ പ്രതിപക്ഷ വാക്പോര് തന്നെ ഉണ്ടായത്. അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ ഉപാധ്യക്ഷന് അയച്ച ഒരു കത്തും, ആ കത്ത് പക്ഷേ അധ്യക്ഷന് ലഭിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളെല്ലാം ആയിരുന്നു വലിയൊരു ഭരണ പ്രതിപക്ഷ പോരിലേക്ക് സഭയ്ക്കകത്ത് പോയത്. അതിൽ തന്നെ ഖാർഗെ പ്രധാനമായിട്ടും ഇത്തരത്തിൽ CASF നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷ അംഗങ്ങളെ തടുക്കുന്ന നിലയിൽ പ്രതിപക്ഷം എന്താ തീവ്രവാദികളാണോ എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആരോപണങ്ങളെയും ചെറുത്തുകൊണ്ട് അതിനെല്ലാം മറുപടിയായി ഈ പ്രതിപക്ഷത്തെ തടുക്കാൻ വേണ്ടി നടുത്തളത്തിൽ ഇറങ്ങിയത് അത് പട്ടാളക്കാരോ ഡൽഹി പോലീസോ ആരില്ല, മറിച്ച് പാർലമെന്റ് ഡ്യൂട്ടിയിൽ തന്നെയുള്ള പാർലമെന്റ് മാർഷൽസാണ് ഈ CASFകാർ. അവരായിരുന്നു പ്രതിപക്ഷത്തെ ഇത്തരത്തിൽ തടുക്കാൻ വേണ്ടി ഈ നടുത്തളത്തിൽ ഇറങ്ങിയത് എന്നുള്ളൊരു വാദമാണ് എന്തായാലും ഹരിവൻഷ് ഉപാധ്യക്ഷൻ ഉയർത്തിയത്. മാത്രമല്ല ഈ പരാമർശങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. കാരണം നടുത്തളത്തിലേക്ക് ഇറങ്ങി ആർക്കും പ്രതിഷേധിക്കാം, പക്ഷേ ഈ സെക്രട്ടറി ജനറലിൻ്റെ നടപടികൾ പോലും തടുക്കുന്ന രീതിയിൽ മുന്നിലേക്ക് കയറി സ്പീക്കറിൻ്റെ ഡയസിനടുത്തേക്ക് കയറി ഉള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനെതിരെ വൻ ബഹളമായിരുന്നു രാജ്യസഭയിൽ. രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നു. 2 മണിവരെ സഭ നിർത്തിവച്ചിരിക്കുകയാണ്. അർജുൻ പീതാംബരനാണ് ആ വിവരങ്ങൾ നൽകിയത്.